ദി അംബർല അക്കാഡമി നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസാണ്. 4 സീസണിലായിട്ട് 36 എപ്പിസോഡാണ് ഈ ഒരു സീരീസിനുള്ളത്. അപ്പം 4ാമത്തെ സീസണാണ് ഇപ്പം സ്ട്രീം ചെയ്തിട്ടുള്ളത്. 6 എപ്പിസോഡാണ് ഈ ഒരു 4ാമത്തെ സീസണുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഇതുവരെ ക്യാൻസൽ ചെയ്യാത്ത അവരുടെ ഒരു നല്ല സീരീസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നെറ്റ്ഫ്ലിക്സിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീരീസുകളൊക്കെ അവർ എടുത്തിട്ട് 1-2 സീസൺ കഴിയുമ്പം ഇവർ ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ നിർത്തിപ്പോകും. പക്ഷേ ഈ ഒരു സീരീസ് മാത്രം അവർ കണ്ടിന്യൂ ചെയ്തിട്ട് 3ാമത്തെ സീസൺ കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു 3ാമത്തെ സീസണാണ് ഫൈനൽ സീസൺ എന്നുള്ളത്. എന്നിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഇവർ 4ാമത്തെ സീസൺ അനൗൺസ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ 4ാമത്തെ സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ 4ാമത്തെ സീസൺ ഇപ്പോൾ റിലീസ് ചെയ്യുന്നു. ഒരു നല്ല എൻഡിങ് കൊടുക്കാനായിട്ട് ഈ ഒരു 4ാമത്തെ സീസണ് സാധിച്ചിട്ടുണ്ട്. ഇത് സീസൺ ഫൈനാലെ ആണെന്നുണ്ടെങ്കിൽ മേ ബി 2 മാസം കഴിയുമ്പോൾ ഇവർ അടുത്തൊരു 5ാമത്തെ സീസൺ വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ അനൗൺസ് ചെയ്യും. കാരണം ഈ ഒരു സീരീസിനെ നമുക്ക് എൻഡ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി കിടക്കുന്നത്. ഇത് ഒരു ജോണർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ അങ്ങനെ ഒരു സൈഫൈ എന്നോ അല്ലെങ്കിൽ ഫാൻറ്റസി എന്നോ സൂപ്പർ ഹീറോ എന്നോ ഒന്നും എടുത്ത് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇതിൽ സൈഫൈ ഉണ്ട്, ഫാൻറ്റസി ഉണ്ട്, സൂപ്പർ ഹീറോ ഉണ്ട്, ടൈം ട്രാവലുണ്ട്, പിന്നെ ആക്ഷനുണ്ട്. ഇത് ഒരു മിക്സ്ചർ പരുവത്തിൽ കിടക്കുന്ന ഒരു ഗംഭീര സാധനമാണ്. ഇത് ഗംഭീരമാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 സീസണിലായി 36 എപ്പിസോഡും നമുക്ക് ഒട്ടും ബോറടിപ്പിക്കില്ല. പല സീരീസുകളും നമ്മൾ കണ്ടു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും. ഇത് ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് നമ്മൾ ഈ ഒരു 36ാമത്തെ എപ്പിസോഡ് വരെ കാണുന്ന സമയത്തും നമുക്ക് ഒട്ടും ബോറടിക്കാതെ നമ്മളിങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സീരീസിന് സാധിക്കുന്നുണ്ടെന്നുള്ളത്. ഇതിൻ്റെ പ്രസൻറ്റേഷനാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. കാരണം ഓരോ എപ്പിസോഡും ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നല്ല ഗംഭീരമായിട്ട് വെൽ ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഓരോ എപ്പിസോഡാണ്. ഒരു വലിയ അംബർല അക്കാഡമി എന്ന് പറയുന്ന പോലെ തന്നെ ഈ അംബർല അക്കാഡമി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ടീമാണ്, ഒരു സൂപ്പർ ഹീറോ ടീമാണ്. അപ്പം അവർക്കൊരു 6-7 മെമ്പേഴ്സുള്ള മെയിൻ ക്യാരക്ടേഴ്സ് 6-7 പേരുണ്ട്. അപ്പം ഈ ഒരു 6-7 ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സീരീസിനകത്ത് ഈ 6 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 7 ക്യാരക്ടേഴ്സിനെയും അവർക്ക് സ്പേസ് കൊടുത്തിട്ട് അവർക്ക് എന്താണോ പറയാനുള്ളത് ഓരോ ക്യാരക്ടറും മെയിനാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പം ഒരാളെ ഇങ്ങനെ അവോയ്ഡ് നിർത്തുക അല്ലെങ്കിൽ ഒരാളെ എക്സ്പ്ലോർ ചെയ്തോ അങ്ങനെയൊന്നുമില്ല. എല്ലാ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്തു. ഇവൻ വില്ലൻ്റെ സൈഡ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ സീസണിലേക്ക് വരുന്ന സമയത്ത് ആ വില്ലനെ വരെ എക്സ്പ്ലോർ ചെയ്ത് കറക്റ്റ് പ്രോപ്പറായിട്ട് ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു സീരീസിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഈ സീരീസിൻ്റെ ഈ ഒരു 4ാമത്തെ സീസൺ കാണുന്ന സമയത്ത് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം വളരെ എൻഗേജിങ് ആയിട്ട് ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ട ഒരു സാധനമാണ്. നമ്മളിപ്പം കറൻ്റ്ലി ഇപ്പം റൺ ചെയ്യുന്ന പല സീരീസുകളും കാണുന്ന സമയത്ത് നമുക്ക് 1-2 എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് ബോറിംഗ് ആയി തോന്നും. അതിപ്പം ഡ്യൂറേഷൻ 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബിഞ്ച് വാച്ച് ചെയ്ത് കാണുന്ന സമയത്ത് നമുക്കത് ബോറിംഗ് ആയിട്ട് തോന്നും. ഇപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ അല്ലാതെ HBO സീരീസോ അല്ലെങ്കിൽ പ്രൈമിൻ്റെ സീരീസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീക്കിലി 1 എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബോറിംഗ് ഫീൽ ചെയ്യില്ല. ഇത് ബിഞ്ച് വാച്ച് ചെയ്യാനായിട്ട് 1 ഡേ ഓൾ എപ്പിസോഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബോറിംഗ് ഫീൽ ചെയ്യാറുണ്ട്. നെറ്റ്ഫ്ലിക്സിൻ്റെ പല സീരീസുകളിലും വരെ ബോറിംഗ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സീരീസിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഈ ഒരു 4ാമത്തെ സീസൺ ആവുന്ന സമയത്ത് വരെ ഒട്ടും ആ ഒരു ബോറിംഗ് ഫീൽ ചെയ്യാതെ പ്രോപ്പറായിട്ട് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനെയും അപ്രോച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡ് ഭയങ്കര രസമാണ്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പവർ കാണിക്കുന്ന രസമാണ്. പിന്നെ ആ ഒരു വേൾഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു സാധാ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുന്നത് പോലെയാണ് ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടു തുടങ്ങുന്നത്. പക്ഷേ പോകെ അത് ആ ഒരു വേൾഡ് ഇങ്ങനെ വൈഡാക്കി ഇതിനകത്ത് നമ്മളെ കൺഫ്യൂസ് ചെയ്യും. അതായത് ടൈം ട്രാവൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ടൈം ലൈൻ കൊണ്ടുവന്നിട്ട് നമ്മളിങ്ങനെ കൺഫ്യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. അത് ഓരോ സീരീസ് ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് നിർത്തുന്ന സമയത്ത് അങ്ങനെയാണ്. ഓരോ എപ്പിസോഡിനും ക്ലിഫ് ഹാങ്ങർ അങ്ങനെയാണ്. സീരീസ് നിർത്തുന്നതും അങ്ങനെയാണ്. ഭയങ്കര രീതിയിൽ നമ്മളെ കൺഫ്യൂസിങ് ആക്കും. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവരുന്നു. ഞാനീ പറയുന്നത് ഡാർക്ക് പോലെ കൺഫ്യൂസിങ് ആക്കും എന്നല്ല, പക്ഷേ ഇതിനകത്ത് ചില ക്യാരക്ടേഴ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. 5 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഭയങ്കര എൻഗേജിങ് ആയിട്ട് ഭയങ്കര രസകരമായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമായിട്ട് നമുക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ എൻജോയ് ചെയ്ത് കാണുന്ന ഒരു സീരീസ് എന്നൊക്കെ പറയില്ല, അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സീരീസാണ് ഈ അംബർല അക്കാഡമി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ ഒരു സീസണും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു വർത്ത് വാച്ച് ഐറ്റം ആയിരിക്കും അംബർല അക്കാഡമി. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4ാമത്തെ സീസൺ പോയി കാണുക, കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. കാണാത്തവർ പോയി കാണുക, കണ്ടിട്ട് ഒപ്പീനിയൻ പറയാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.